ഫ്രണ്ട്സ്, നമുക്ക് ഇഞ്ചി തൈര് ഉണ്ടാക്കിയാലോ? അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ആണ് കേട്ടോ ഇവിടെ കാണുന്നത്. ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ഇഞ്ചിയും തൈരും തന്നെയാണ്. ആദ്യം തന്നെ നമുക്ക് പാന് ചൂടാവാനായിട്ട് വെക്കാം. പാന് നല്ല രീതിയിൽ ചൂടായതിന് ശേഷം നമ്മൾ ചേർക്കുന്നത് കോക്കനട്ട് ഓയിലാണ്. വെളിച്ചെണ്ണയാണ് നല്ലത്. വെളിച്ചെണ്ണ ആഡ് ചെയ്തതിന് ശേഷം പിന്നെ ചേർക്കേണ്ടത് കടുകാണ്. കടുകിട്ട് അതൊന്ന് പൊട്ടി വരുന്ന സമയത്ത് നമുക്ക് വറ്റൽമുളക് ആഡ് ചെയ്യാം. എന്നിട്ട് നല്ല രീതിയിൽ അത് രണ്ടും മിക്സ് ആക്കിയതിന് ശേഷം നമ്മൾ പിന്നെ ആഡ് ചെയ്യേണ്ടത് കറിവേപ്പിൻ്റെ ഇലയാണ്. ഇത് മൂന്നൊന്ന് വഴറ്റിയെടുക്കുക. ഒന്ന് വഴന്നു വരുന്ന സമയത്ത് നമുക്ക് ബാലൻസുള്ള 2 ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ഇഞ്ചിയും ചെറിയ ഉള്ളിയും ആഡ് ചെയ്യാം. ഇഞ്ചി പേസ്റ്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. നല്ല രീതിയിലൊന്ന് മിക്സ് ആക്കുക. ഒരു ഗോൾഡൻ ബ്രൗൺ കളർ വരെ വരണം. അത് വന്നതിന് ശേഷം ഒന്ന് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് പാനിൻ്റെ ചൂട് മാറിയതിന് ശേഷം മാത്രം തൈര് ഒഴിച്ചു കൊടുക്കുക. പുളിയുള്ള തൈരാണ് നല്ലത്. അതിനുശേഷം നമുക്ക് വേണ്ട ഉപ്പ് ആഡ് ചെയ്യാം. നല്ല രീതിയിൽ മിക്സാക്കി കൊടുക്കുക. ഇത്രയേ ഉള്ളൂ. സിമ്പിൾ റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്യണം.